നമസ്കാരം. 1877 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള അഞ്ചുരുളി ടണലിലാണ്. ഇടുക്കി ഡാമിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അഞ്ചുരുളി ടണലിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഇടുക്കി ഡാം ആരംഭിക്കുന്നത്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഈ ടണൽ വഴിയാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് പതിക്കുന്നത്. 1974 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും 1980 ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി. 5 കിലോമീറ്ററോളം ദൂരവും 24 അടി വ്യാസവുമാണ് ഈ ടണലിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഏകദേശം ടണലിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെല്ലാം നല്ല ആൾത്തിരക്ക് ഉണ്ട്. ആളുകളുടെ പാറയിലൊക്കെ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ടണലിലേക്കുള്ള വഴി കുറച്ച് കാഠിന്യമേറിയതാണ്. സ്ത്രീകൾക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടണലിൻ്റെ അടുത്തേക്ക് വഴുക്കലേറിയ ചെറിയ പാറയിലൂടെയൊക്കെയാണ് നമുക്ക് ഇവിടേക്ക് ഇറങ്ങി കാണുന്നതിനായിട്ട്. ഇത് ഈ ടണലിനെക്കുറിച്ചുള്ള ഒരു ലഘുരേഖയാണ്. ഇതിൽ ടണലിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന അഞ്ചുരുളി ടണൽ. ഈ ടണൽ വഴി വെള്ളം വന്ന് ഇടുക്കി ഡാമിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് എത്ര ഉയരമുള്ള മലയാണ് ഇതെന്ന്. കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമാണ് ഈ അഞ്ചുരുളി ടണൽ എന്ന് പറയുന്നത്. കാരണം ഇറങ്ങി കാണുന്നതിന് പ്രോപ്പറായ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. തന്നെയല്ല, സ്ത്രീകൾക്ക് ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പാറയൊക്കെ വഴുക്കലായിട്ട് കിടക്കുകയാണ്. വെള്ളം കുറയുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇതിനകത്തേക്ക് കയറുമെന്നൊക്കെ ഇവിടെ ഒരു കടയിൽ ചേട്ടൻ പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് വെട്ടമില്ല, പിന്നെ പാമ്പിൻ്റെ പ്രശ്നമുണ്ട്, മൊബൈലിന് റേഞ്ചില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ ചേട്ടൻ നമുക്കിത് പറഞ്ഞു തരികയുണ്ടായി. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.